ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. Praise the Lord, 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 praise the Lord. Hallelujah, 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 hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹമായ ഒരു പ്രയർ ഗ്രൂപ്പിൽ ആമേൻ അല്പസമയം ശുശ്രൂഷിക്കുവാൻ അവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസിക്കും കുടുംബത്തിനും ഈ പ്രയർ ടീം അംഗങ്ങൾക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി 78-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കാൻ കഴിയുന്നു: അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിക്കുവാൻ കൊടുത്തു. ആ വചനത്തെ ആസ്പദമാക്കി അല്പസമയം സംസാരിപ്പാനാണ് ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. ഈ എന്നെ സേവിക്കുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞങ്ങൾ കയറുവാൻ കഴിഞ്ഞത്. വലിയ തടസ്സങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നു, എങ്കിലും ദൈവകൃപയാൽ കയറുവാൻ ദൈവം സഹായിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനം വായിച്ചപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു ദൈവിക ആലോചന ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്ന ആസ്പദമാക്കിയായിരുന്നു. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു. നോക്കണം, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിൽ കടന്നു വരുന്ന ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളൊക്കെ നേരിട്ട് ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ ചെങ്കടലിൻ്റെ അടുക്കൽ കടന്നു വന്നു. ആ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് കടന്നു വരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ സ്തോത്രം. മുൻപിൽ വലിയൊരു ചെങ്കടലും പുറകിൽ വലിയൊരു സൈന്യവുമായി ഫറവോനും കൂട്ടരും കടന്നു വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് കടന്നു പോകണം എന്ന് ചിന്തിച്ച് ഭാരത്തോടെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ദൈവിക ദൂത് സ്തോത്രം, ഈ ജനം കടന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ വലിയ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നു. ഒരു കാലഘട്ടത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചും ഉപസിച്ചും കണ്ണുനീരോടെ വിതച്ചും കടന്നു വന്ന ഇസ്രായേൽ ജനം മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ആ സാഹചര്യം ഒക്കെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പ്രത്യേകമായിട്ട് ഈ തിരുവചനത്തെ ചിന്തിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധങ്ങൾ അതിശ്രേഷ്ഠമായിരുന്നു. അവർക്ക് വേണ്ടുന്നതൊക്കെ ദൈവം നൽകുവാനിടയായിത്തീർന്നു. അവർക്കൊന്നിനും കുറവ് ദൈവം വരുത്തിയില്ല. എന്നാൽ ഈ സാഹചര്യങ്ങൾ പഠിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്: അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിക്കുവാൻ കൊടുത്തു. സ്തോത്രം. ഇസ്രായേൽ ജനം കടന്നു വരുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. മരുഭൂമിയുടെ അനുഭവത്തിൽ പ്രതികൂല സാഹചര്യമൊക്കെ ഇസ്രായേൽ ജനത്തിന് വേണ്ടുന്നതൊക്കെ ദൈവം നൽകി അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ നമുക്കോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഈ ദൈവം അറിയാതെയല്ല ഈ ചെങ്കടൽ കടന്നു വന്നത്. ദൈവം അറിയാതെയല്ല ഈ ഫറവോനും സൈന്യം പുറകിൽ വന്നത്. ഒരിക്കലും എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോടൊരു ദൂത് ദൈവാത്മാവ് കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ അനുഭവിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളും വേദനകളും, നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളൊന്നും ദൈവം അറിയാതെ അല്ല കടന്നു വരുന്നത്. മറിച്ച് ദൈവത്തിന് അതിന് മധ്യ ഒരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന, നാളുകളായി അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്ത നുഖത്തെ തകർത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന്, എന്നാൽ ഒരിക്കലും ഇനി അവർ ജനത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവരെ പുറകെ പിൻഗമിക്കുവാൻ ഇടയായിത്തീർന്നു. നോക്കണം, ഇസ്രായേൽ ജനത്തെ പുറകെ ഫറവോനും സൈന്യവും കടന്നു വരുമ്പോൾ ജനം പുറകോട്ട് നോക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം.
സ്തോത്രം. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ച ഒരു ദൈവിക ആലോചന പ്രകാരമായിട്ട് കർത്താവെ നീ അറിയാം, ആമേൻ, ആ ചെങ്കടൽ അവിടെ ഉണ്ടായിരുന്നു, നിനക്കറിയാം ഇസ്രായേൽ ജനത്തെ അക്കരെ കടക്കാൻ ആമേൻ സാധിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇസ്രായേൽ ജനം ആമേ വേദനിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആമേ മോശയോട് നിലവിളിക്കുകയാണ്. മോശയോട് പറയുന്നു, കർത്താവ് മോശെ എന്തിനു വേണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു? വീണ്ടും ഞങ്ങളെ അടിമനുഖത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനാണോ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച് അവർ പിറുപിറുക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നതാണെന്നും ദൈവപ്രവൃത്തി ഇന്നതുണ്ടെന്നും ഈ ഇസ്രായേൽ ജനം തിരിച്ചറിയണം. ഈ കഷ്ടത നമ്മെ തകർക്കാനല്ല, ഈ വേദന നമ്മെ ഉടയ്ക്കാനല്ല, ഈ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയത്തിനല്ല. ഇസ്രായേൽ ജനത്തിന് വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ, അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഈ ജനമൊക്കെയും കാണുവാൻ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഈ ജനമൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം അവിടെ അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. മോശ ദൈവത്തോട് നിലവിളിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ എൻ്റെ ചിന്ത അതല്ല. ഇന്ന് പകൽക്കാലം നോക്കണമേ, ഈ ഇസ്രായേൽ ജനം മോശയോട് വെറുവിറുക്കുക, ഞങ്ങൾക്ക് മിസ്രയീമേ ശവക്കുഴിയില്ലാഞ്ഞിട്ടല്ലോ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്ന്. നോക്കണം, ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വെല്ലുവിളികളൊക്കെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന്. ഇല്ല, നമ്മെ ദൈവത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ വെളിപ്പെടുവാൻ ഇടയാറ്റി. നോക്കണം, ഇസ്രായേൽ ജനം പിറുപിറുക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നു, കർത്താവ് എന്ത് ചെയ്യണം, ദൈവമേ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യഹോവയുടെ അരുളപ്പാട് അറിയിക്കുകയാണ്. സ്തോത്രം, നിന്റെ കൈ ഉയർത്തി ഈ ചെങ്കടലിനെ രണ്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ നിന്റെ കരം ഉയരട്ടെ. ഞാൻ പ്രവർത്തിക്കാൻ പോകും. ഇന്ന് എന്നെ സേവിക്കുന്ന ദൈവ പൈതലേ, ചെറിയൊരു ദൂത് മാത്രമേ എനിക്ക് പറയാൻ സമയമുള്ളെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രശ്നത്തെ കണ്ട്, നിങ്ങളുടെ പ്രതികൂലത്തെ കണ്ട്, നിങ്ങളുടെ വെല്ലുവിളി കണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകാനല്ല. അതിൽ അടിയുറച്ചുകൊണ്ട് ആത്മനിറവോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ മുഴങ്കാൽ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ മഹത്വം കടുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ ആത്മപ്രകാരം മോശയോട് പറഞ്ഞു, നിന്റെ കരം ഉയരട്ടെ. ആ കരം ഉയരുമ്പോൾ സ്വർഗത്തിലെ കർത്താവിന്റെ കരം അവിടെ ചലിക്കാനിടയായിത്തീർന്നു. എന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നീ വിശ്വാസത്തോടെ ഇരിക്കുന്ന ഇടപ്പെടുത്തിയിരുന്നു കൊണ്ട് ആത്മാവിൽ പറ, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത, ഞാൻ അനുഭവിക്കുന്ന വേദന, ഞാൻ അനുഭവിക്കുന്ന കണ്ണുനീര്, കർത്താവേ ഒരു വിടുതലിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ദൈവസന പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവവൈതലേ, നിന്റെ കരം ഉയരുമ്പോൾ സ്വർഗത്തിലെ കരം ചലിക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവൻ ഞാൻ വിളിച്ചു പറയട്ടെ, ആ കരം മോശയുടെ ബലഹീനമായ കരം ഉയർന്നപ്പോൾ സ്വർഗത്തിലെ കർത്താവിന്റെ കരം ചലിച്ചു. ആ കരം ചലിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിപ്രകാരം എഴുതി വെച്ചു. ഒരു കിഴക്കൻ കാറ്റടിച്ചു, ചെങ്കടൽ രണ്ടായി മാറി. ഇന്ന് പകൽക്കാലം ഞാനിത് പറയാൻ ആഗ്രഹിച്ചല്ല, ദൈവാത്മാവിനെ പ്രാരംഭത്തിൽ കൊണ്ടുപോയി ദൂത് പറയട്ടെ. ചില ചെങ്കടലുകൾ, ചില പ്രതികൂലങ്ങൾ നമ്മെ വിട്ടുമാറാൻ പോകുക. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൈമാറുക. ഇന്ന് പകൽക്കാലം നോക്കണമേ, ഈ വചനനെ ചിന്തിപ്പിക്കാൻ ഇടയായിത്തീർന്നത് ജനത്തിന്റെ അവിശ്വസ്തത പോലും ഉണ്ടായിട്ട്, ഹല്ലേലൂയ, അവിടെ ദൈവം വിശ്വസ്തനായി നിൽക്കുകയാ. ഇസ്രായേൽ ജനത്തെ പറ്റി പഠിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടവരാ, ദൈവപ്രവൃത്തി അനുഭവിച്ചവരാ. പിൽക്കാലത്ത് നമ്മൾ യേശു കർത്താവ് യഹോവയായ ദൈവം തന്റെ ജനത്തെ നയിച്ചു കൊണ്ടുവരുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ ദൂതിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം, ചെങ്കടൽ കടന്ന് വളരെ അനുഗ്രഹത്തോടെ ഇസ്രായേൽ ജനം കടന്നു വരിക. എന്നാൽ വഴിമധ്യേ അവർ പറയുന്നു, ഞങ്ങൾക്ക് ആഹാരം വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം. ചിന്തിച്ചപ്പോഴാണ് എന്നെ വളരെ സന്തോഷിപ്പിക്കാൻ ഇടയായിത്തീർന്നത്. ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകത്തിൽ 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 20:11 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ആമേൻ, മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനം അവരുടെ കന്നുകാലികളിൽ കുടിച്ചു. ഈ മോശയോട് ആമേൻ സ്തോത്രം, ആമേൻ, പിറുപിറുക്കുകയാ, ഞങ്ങൾക്ക് മരുഭൂമിയിൽ വെള്ളം വേണം. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 5-ാം വാക്യം 20-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നു. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്നും ഞങ്ങളെ പുറപ്പെടുവിച്ച് എന്തിന്? നോക്കണം, മോശയോട് പിറുപിറുക്കുകയാ. മിസ്രയീമിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് അയച്ചത്? ഞങ്ങൾ അവിടെ കിടന്ന് ചാകത്തില്ലായിരുന്നു. പിതാക്കന്മാരെ പോലെ ഞങ്ങൾ അവിടെ ആയിരിക്കുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നിലവിളിച്ചവരാ, ഒരു കാലഘട്ടത്തിൽ കണ്ണുനീരോടെ വിതച്ചതാ. ആ നിലവിളി കണ്ട് സ്വർഗത്തിലെ യഹോവ ദൂതനെ അയക്കുന്ന പോലെ മോശയെ വിളിച്ച് വേർതിരിച്ച് തന്റെ ദൗത്യം ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ഇസ്രായേൽ ജനം വിളിച്ചു പറയുക, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഞങ്ങളെ കൊണ്ടുവന്നത്? സ്തോത്രം. ഇവിടെ നോക്കണം, അവർ പറയുന്നു, ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളവും ഇല്ല, കുടിക്കുവാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. നോക്കണം, 20-ാം അധ്യായം, സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ഇവിടെ ആഹാരവുമില്ല, ഇവിടെ വെള്ളവുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മോശ ദൈവസന്നിധി നിലവ് കവിണ്ണു വീണു. ഹല്ലേലൂയ. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. 6-ാം വാക്യം പറയുന്നു, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പിറുപിറുക്കാനല്ല, ദൈവസന്നിധിയിൽ കരയുവാൻ, ദൈവസന്നിധി ഇടിവെന്നേൽക്കുവാൻ, ദൈവസന്നിധി നിലവിളിക്കുവാൻ മനസ്സുള്ള ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു ആലോചന പറയട്ടെ. മരുഭൂമിയുടെ അനുഭവത്തിൽ ഹല്ലേലൂയ നിലവിളിക്കുവാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഒരിക്കലും തകർന്നു പോകാനല്ല. ഈ വചനം ശ്രദ്ധിച്ചു നോക്കിയേ. 20-ാം അധ്യായം, സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-6 വാക്യമാണ് ഞാൻ വായിച്ചത്. സ്തോത്രം. അതിന്റെ യഹോവയുടെ വാഗ്ദത്ത ദൂതെന്താണ്? 7-ാം വാക്യം പറയുന്നു, യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവാത്മാവ് നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലെ നിന്നോട് ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും പരാജയത്തിലേക്ക് പോകാനല്ല, ഒരിക്കലും നിരാശപ്പെടേണ്ട. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവസന്നിധിയിൽ നിലവിളിക്കുക, കർത്താവ് എന്ത് ചെയ്യണം, യഹോവ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മോശയോട് പറയുക, മോശേ, നിന്നെയും നിന്റെ സഹോദരൻ അഹരോനും ചേർന്ന് പാറയുടെ മേൽ എന്ത് ചെയ്യണം? ആ കരം ഒന്ന് ഉയർത്തണം. സ്തോത്രം. ഹല്ലേലൂയ. പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. നോക്കണം, മരുഭൂമിയിൽ എന്താണുള്ളത്? എന്നെ ശ്രമിക്കുന്ന ദൈവ പൈതലേ, ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദത്തിന്റെ ശബ്ദപരിധിയിൽ ിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇന്ന് ചിലത് കൽപ്പിക്കുന്ന ദിവസമായി മാറട്ടെ. ഇന്ന് നിരാശകൾ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതനുസരിക്കുവാൻ, അത് കേൾക്കുവാനുള്ള മനസ്സ് ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. വെല്ലുവിളികൾ നീങ്ങട്ടെ. കുടുംബത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാതെ ശത്രുവായവൻ കെട്ടി ഒതുക്കുന്ന മണ്ഡലങ്ങൾ, ഉയർത്തില്ലെന്ന് വാദിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ അഴിയപ്പെടുന്ന പകൽക്കാലമായി മാറട്ടെ. നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ. സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം പറ, എന്റെ കർത്താവ് പറയുന്നു, ആ കരം ഒന്ന് ഉയരട്ടെ. സ്തോത്രം. ചെങ്കടലിന്റെ അടുക്കൽ വന്നപ്പോഴും യഹോവയായ ദൈവം പറഞ്ഞൊരു വാക്കുകൊണ്ട്, മോശേ, ആ കരം ഒന്ന് ഉയരട്ടെ. അതേ മരുഭൂമിയിൽ വെച്ച് ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു. മോശയോട് പറയുക, നിന്റെ കരം ഒന്ന് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആ കരം ഒന്ന് ഉയരുമ്പോൾ നീ ആ പാറയോട് കൽപ്പിക്കും. നോക്കണമേ. ഹല്ലേലൂയ. വാക്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ദൂതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കൽപ്പിക്കുവാൻ തയ്യാറാകുക. നമ്മുടെ മേലുള്ള അഭിഷേകത്തോടെ, നമ്മുടെ മേലുള്ള അധികാരത്തോടെ, നമ്മുടെ മേലുള്ള ദൈവിക തേജസ്സോടെ ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടിരിക്കാനല്ല, ചിലർ കൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായിട്ട് വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ടെ. ഈ ജനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എവിടെയാണ് വെള്ളം കിട്ടുന്നത്? ഈ മരുഭൂമിയിൽ എവിടെയാണ് ആഹാരം കിട്ടുന്നത്? എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാ പ്രിയപ്പെട്ടവർ.
പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതിന്റെ 11-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറ 2 പ്രാവശ്യം അടിച്ചു. മോശയോട് പറഞ്ഞില്ല അടിക്കാൻ, മോശയോട് പറഞ്ഞത് കൽപ്പിക്കാനാ പറഞ്ഞത്. പക്ഷേ യഹോവയായ ദൈവം ആ ജനത്തിന്റെ അകൃത്യം കണക്കിടാതെ, ആ പാപം കണക്കിടാതെ ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി. മോശ ആ പാറയെ അടിക്കുവാൻ തീർന്നു. പാറ അടിച്ചു, 2 പ്രാവശ്യം അടിച്ചു. ജലം ആവശ്യം പോലെ ഇറങ്ങി വന്നു. നോക്കണമേ, നമ്മുടെ ദൈവം വിശ്വസ്തനല്ലയോ പ്രിയപ്പെട്ടവരെ? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ കർത്താവ്? ഇന്ന് പകൽക്കാലം നിരാശപ്പെടരുത് കേട്ടോ, ഭാരപ്പെടരുത്. നോക്കണം, ദൈവാത്മാവ് പറഞ്ഞ ദൂത് കേട്ടാൽ മതി, അവൻ വല്ലത്. സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച ഒരു ദൂതുകൂടെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഓർപ്പിക്കട്ടെ. കാനാവിലെ കല്യാണ വിരുന്നിൽ എൻ്റെ യേശുവിനെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. യേശുവിന്റെ അമ്മ മറി അവിടെ ചെന്നിട്ടുണ്ട്. വീഞ്ഞ് പോരായിക കൊണ്ട് യേശുവിന്റെ അമ്മ മറി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുക, മക്കളെ ഇവിടെ വീഞ്ഞില്ല, ശ്രദ്ധിച്ചു നോക്കണമേ. ശൂന്യതയാ ഇനി ഉണ്ടാകാൻ പോകുന്നത്. അവിടെ ഒരു നിരാശയുടെ അനുഭവമാ. എന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഭാരത്തോടെ നിൽക്കുമ്പോൾ എന്റെ കർത്താവിന്റെ മറുപടി ഇതാണ്: എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എന്റെ സമയമായിട്ടില്ല. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, നിരാശപ്പെട്ട് ഭാരത്തോടെ വേദനപ്പെട്ട് ഈ ഗ്രൂപ്പിൽ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവത്തിനൊരു സമയം മുൻപിൽ വെച്ചിട്ടുണ്ട്. നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം. യേശുവിന്റെ അമ്മ മറിയ ഇപ്രകാരം ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് കൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ ചെയ്യുക. അതിനർത്ഥം അവന് അധികാരമുണ്ട്, അവന് പ്രവർത്തിപ്പാൻ ശക്തിയുണ്ട്, അവന് പ്രവർത്തിക്കാൻ കഴിയുന്നവനാ. നിന്നോട് വല്ലതും പറഞ്ഞാൽ ചെയ്യാൻ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം രാത്രികാലം സന്ധ്യാസമയം ഞാൻ പറയട്ടെ, ദൈവ പൈതലെ നിരാശപ്പെട്ടിരിക്കരുത്. പരിശുദ്ധാത്മാവ് ഉപവസിക്കാൻ പറഞ്ഞതോടെ ഉപവസിച്ചോ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ മുട്ടുമടക്കിക്കോ. അവൻ നിശ്ചയമായും ആ പ്രവൃത്തി അവിടെ വെളിപ്പെടാനിടയായിത്തീരും. നോക്കണമേ, ഇസ്രായേൽ ജനത്തിന്റെ പാപം ഇത്രയും കഠിനമായി നിൽക്കുമ്പോഴും ദൈവം അവരോട് പാപം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ജലമൊക്കെയും ദൈവം അവിടെ നൽകുവാൻ ഇടയായിത്തീർന്നു. അവിടെ കരയുന്നൊരു മോശ അവിടെ എഴുന്നേറ്റപ്പോൾ, മോശയുടെ കണ്ണുനീരോടെ മോശ ദൈവത്തിലായിരുന്നപ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. എന്നെ ചിന്തിപ്പിച്ച 1-2 ചിന്തകൾ കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞിരുന്നു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ സ്തോത്രം. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യങ്ങൾ വായിച്ച സമയം കളയുന്നില്ല. യഹോവയെ അവർ കോപിപ്പിച്ചു. നോക്കണമേ, ആവർത്തന പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ കഴിയും. യഹോവ എന്ത് ചെയ്തു? അവർ കോപിപ്പിച്ചു. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത വിടുതലൊക്കെ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് മറന്നു കളഞ്ഞു. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്തോത്രം വചനം പറയുന്നു, അവർ ഇറച്ചി അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ സന്നിധിയിൽ അവർ പിറുവിറുക്കാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ആലോചന നൽകിയിട്ടുണ്ടെങ്കിൽ ആലോചന മുമ്പിൽ നീ മുഴങ്കാൽമേൽ നിൽക്ക്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. 1-2 ചിന്തകൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കൊള്ളാം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്രകാരം ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയും. സംഖ്യാപുസ്തകത്തിൽ 11-ാം അധ്യായം സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? അവർ പിറുപിറുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവേ? എന്ത് വേണം എന്ന് ചോദിച്ച് സ്തോത്രം അവർ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുക. ഹല്ലേലൂയ. എന്നാൽ ജനത്തോട് 18-ാം വാക്യം, എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. സ്തോത്രം. അവർ ചോദിക്കുന്നു, വല്ലതും കിട്ടുമോ? ആഹാരം ലഭിക്കുമോ? പരീക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. അപ്പച്ചനൊരു വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എല്ലാ നിരാശകളും മാറ്റിവെച്ചാണ്. എൻ്റെ സമയം വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. മോശയോട് പറയുകയാണ് ആ വാക്യങ്ങളൊക്കെ മുൻപോട്ട് 11-ാം അധ്യായം
താഴോട്ട് വായിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഈ ജനം പിറുപിറുക്കുക, ദൈവത്തെ കോപിപ്പിക്കുക. പക്ഷേ നോക്കണമേ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവർക്ക് ഇറച്ചി. സ്തോത്രം. 18-ാം വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും, ഞങ്ങൾക്ക് തിന്നുവാൻ ഇറച്ചി ആര് തരും? നോക്കണം, ചോദ്യമാ. സ്തോത്രം. ഇത്രയും കാലം കൊണ്ടുവന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവർ മറന്നു കളഞ്ഞിട്ട് അവർ പിറുപിറുക്കുകയാ. സ്തോത്രം. അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ആരാണ് തരുന്നത്? ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, എങ്ങനെ ആയിത്തീരും എൻ്റെ കുടുംബം? എന്തായിത്തീരും എൻ്റെ ജീവിതം? എന്തായിത്തീരും എൻ്റെ തലമുറ ഭാവി? എന്തായിത്തീരും കർത്താവ്? എൻ്റെ ശുശ്രൂഷ എന്തായിത്തീരും? എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിരാശപ്പെടരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, അത്ഭുതം ചെയ്യുവാൻ അവൻ ശക്തനായ ദൈവമാണ്. തിരുവചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്ന് രാധാമേ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാ നിരാശകളും മാറ്റി, എല്ലാ ഭാരങ്ങളും മാറ്റി ഇന്ന് പകൽക്കാലം പറ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരപ്പച്ചൻ്റെ സാന്നിധ്യമുണ്ട്. നോക്കണമേ, അവിടെ മിസ്സേമ ചോദിക്കുന്നു, മിസ്സേമ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ, ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. നോക്കണം, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ചോദിച്ചത് അവൻ തരുവാനിടയായി തരും. അതിന്റെ 19 വാക്യം ചിന്തിപ്പിച്ചത്, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസവുമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല. ഹല്ലേലൂയ. അവർക്ക് വേണ്ടുന്നതൊക്കെയും യഹോവ അവർക്ക് കൊടുപ്പാനിടയായിത്തീർന്നു. അതിന്റെ 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് ഒന്ന് ഞാൻ ഓടി വന്ന് എൻ്റെ ചിന്തയിലേക്ക് മടങ്ങി വരട്ടെ. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? നോക്കണമേ, അവർക്ക് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് മോശയോട്, മോശ കർത്താവ് ഇവിടെ എങ്ങനെ എന്തോ ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് യഹോവയായ ദൈവം മോശയോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടത്. 11 സംഖ്യാപുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യം, അപ്പോൾ മോശ എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം ആകയാൽ 6 ലക്ഷം കാലുകൾ കൊണ്ട് 1 മാസം മുഴുവൻ തിന്നുവാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. നോക്കണം, മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവർക്ക് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു 10 ദിവസമല്ല, 1 മാസമല്ല. നോക്കണമേ, അവർക്ക് വേണ്ടുന്നത് കൊടുക്കാൻ ശക്തനാണെന്ന് അരുളി ചെയ്യുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ 6 ലക്ഷം പേർക്ക് വേണ്ടി 6 ലക്ഷം പേർ എൻ്റെ കൂടെ അധികമുണ്ട്. അവർക്ക് വേണ്ടുന്നത് എവിടെ നിന്ന് ലഭിക്കും എന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം. അതിന്റെ 28-ാമത്തെ സ്തോത്രം 22-ാമത്തെ വാക്യം പറയുന്നു, അവർക്ക് മതിയാകുമെണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകുമെണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെ ഒക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. നോക്കണം, സ്തോത്രം. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ ജനത്തിലെ പിറപെറുക്ക് കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെയാണ് മോശ ദൈവസ്ഥ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, മോശയോട് യഹോവയായ ദൈവം പറയുന്നു, യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? ഈ വചനം ചിന്തിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നെ ഭയങ്കരമായിട്ട് ദൈവാത്മാവിനോ സംസാരിച്ചു. ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന് എന്നെ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് വിഷയത്തോടെയാണ് ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തോടെയാണ് നിരാശപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാ പറയുക, എൻ്റെ കൈ കുറുതായി പോയോ? സ്തോത്രം. എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുക, എൻ്റെ കരം ചലിക്കുന്നത് ഇന്ന് ചിലർ കാണാൻ പോകുക. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ എൻ്റെ കരം ചലിക്കാൻ പോകുന്നു എന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുക. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. എൻ്റെ വചനം
പ്രൈസലോ നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. പ്രൈസലോ ഇപ്പോൾ കാണാൻ പോകുക ചില വിടുതലുകൾ ഈ ലൈവിലൂടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സേവിക്കുന്ന ദൈവ പൈതലെ ഇപ്പോൾ ഈ നിമിഷം ആമേ പരിശുദ്ധാത്മ പറയുക, ഈ നിമിഷം ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തെ ചലിക്കുന്നത്, ഈ ചില വിടുതലുകൾ നിന്റെ തലമുറയിൽ വെളിപ്പെടാൻ പോകുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ശത്രു പറയുക മുന്നോട്ട് വിടത്തില്ലെന്ന്, ശത്രു പറയുക ഇനി പിടിച്ചു കെട്ടുമെന്ന്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. അനവധി ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്, ഞാൻ അതിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. സ്തോത്രം. ആ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ പരിശുദ്ധാത്മ തൊട്ടുണർത്തിയ ഈ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിക്കാനിടയാതെ ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ കർത്താവിൻ്റെ കരം എത്ര ശ്രേഷ്ഠമെന്ന്. അവൻ ജനത്തിന് വേണ്ടുന്നതൊക്കെയും നൽകി അവൻ പരിപാലിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. അവൻ മരുഭൂമിയിൽ പാറയെ പിളർന്നു, ആഴികളാൽ എന്നപോലെ അവർക്ക് ധാരാളം കുടിക്കുവാൻ കൊടുത്തു. അതിൻ്റെ 20 വരെയുള്ള വാക്യം 78-ാം സങ്കീർത്തനം എന്നെ 16-ാം വാക്യം പറയുന്നു, പാറയിൽ നിന്ന് അവർ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ള നദി പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. നോക്കണമേ, ദൈവപ്രവർത്തി കണ്ട് ദൈവത്തിന്റെ ആലോചന പോലും അവർ നിരസിച്ചു കളഞ്ഞു. എങ്കിലും കർത്താവ് അവരെ മാറോട് ചേർത്ത് പിടിച്ച ഒരു ദൈവസ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ കൈവിടുവാൻ എൻ്റെ കർത്താവ് മനസ്സിലായി. കൈവിടുവാൻ എൻ്റെ കർത്താവിന് മനസ്സില്ല. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിരാശപ്പെട്ടിരിക്കരുത്. ശത്രു പറയുകയാണ് ഒരിക്കലും നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന്. നമ്മുടെ കുടുംബം തകർന്നു പോകുമെന്ന്, നമ്മുടെ ചർച്ചക്കാർ തകർന്നു പോകുമെന്ന്, ദേശം ഇനി മുന്നോട്ട് വിടത്തില്ലെന്ന്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അവൻ നിന്നോട് വല്ലതും പറഞ്ഞാൽ അത് കേൾക്കുവാൻ, അതനുസരിക്കുവാൻ നീ തയ്യാറെടുക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തീരും. സ്തോത്രം. കൊയ്ത്ത് കാലമാകുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, യോർദാന്റെ കരകവിഞ്ഞൊഴുകട്ടെ. കൊയ്ത്ത് സമയമാകുമ്പോൾ ഒരു ദൈവികമായ വിടുതൽ അനുഭവിക്കാൻ കഴിയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി കാണുമെന്ന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറുഭാഗത്തിലൂടെ കരകവിഞ്ഞൊഴുകുന്ന ഒരു യോർദാനെ പോലെ നിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന ഒരു ശക്തി, നിന്റെ തലമുറയെ വേട്ടയാടുന്ന ഒരു ശക്തി, നിന്റെ ജോലി മണ്ഡലത്തെ വേട്ടയാടുന്ന ഒരു ശക്തി ഇപ്പോൾ കരങ്ങൾ ലഭിക്കുമെന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ കാലിൽ കാത്തിരിക്കുമ്പോൾ പലതും വെള്ളം പോലെ ഒഴുകിപ്പോകുകയല്ലയോ ജീവിതത്തിൽ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിൽ സ്തോത്രം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ സ്തോത്രം യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാനിലെ വെള്ളം ചെയ്യും രണ്ടായി മാറും. യോശുവോട് കൊടുത്ത വാഗ്ദത്തമാ. മറുഭാഗത്ത് ജാതിക ബന്ധനങ്ങൾ, ജാതിക കെട്ടുകൾ, സ്തോത്ര സമൂഹം നോക്കി നിൽക്കുമ്പോൾ ഇവരങ്ങനെ അക്കരക്കാര് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ഒന്ന് കരകയറുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ അപ്പുറം കടക്കുമെന്ന് ചിന്തിച്ച് ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ സ്വർഗം ഇറങ്ങാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ടെ, ഈ പാറ പിളർന്ന് ജനത്തിനു വേണ്ടി നോക്കി നൽകി പോറ്റി ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. അവർ ചോദിച്ചതൊക്കെയും ദൈവം നൽകുവാനിടയായിത്തീർന്നു. എന്നെ ചിന്തിപ്പിച്ച 1-2 വാക്കുകൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഇരുന്നുകൊള്ളാം. ദൈവ പൈതലേ, സ്തോത്രം. മരുഭൂമിയിൽ നീരുറവെ തുറക്കാൻ കഴിയുന്ന മരുഭൂമിയിൽ കാടപ്പക്ഷിയെ, അവർക്ക് ഇറച്ചിയെ, അവർക്ക് മഞ്ഞയെ നൽകുവാൻ കഴിയുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാൻ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ദൂത് പറയട്ടെ. നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. ഇന്ന് പകൽ ഒരത്ഭുതം നമ്മൾ കാണാൻ പോകുക. ആ ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് ഒരു ദൂത് അറിയിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കർത്താവേ, നിനക്ക് സകലതും കഴിയുമെന്നും
നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച കഷ്ടത, ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച വേദന, ഇതൊക്കെ സഹിച്ച് കടന്നു വരുന്ന പറയുക, നിനക്ക് സകലതും കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, മീഖയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പ്രകാരം കാണുവാൻ കഴിയും. സ്തോത്രം, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. അവന്റെ പ്രാർത്ഥനകൾ എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, നിരാശകളെ മാറ്റിവെച്ച്, ഭാരങ്ങളെ മാറ്റിവെച്ച് സന്തോഷത്തോടെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുക. കരുതുന്ന ഒരു അപ്പന്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം, പടക് വലയെല്ലാം വിട്ട് ഇറങ്ങി വന്ന പത്രോസ് ഹല്ലേലൂയ ഒരു സമയമായപ്പോൾ വീണ്ടും തിരിച്ചു പോകുക. സ്തോത്രം, എന്നെ യേശു അവനെ കൈവിട്ടില്ല. യേശു കർത്താവ് പറയുന്നു, ഒന്നേ വല്ലതും കിട്ടിയോ? ഹല്ലേലൂയ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്രകാരം പത്രോസ് പറഞ്ഞ, കർത്താവേ ഒന്നും ലഭിച്ചില്ല, രാത്രി മുഴുവനും അധ്വാനിച്ചതാ, ഒന്നും ലഭിച്ചില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ പത്രോസ് വലയിറക്കിയപ്പോൾ വലിയൊരു പെരുത്ത മീൻകൂട്ടത്തെ അവൻ ലഭിക്കാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ സ്വന്തം ചിന്തകൾ മാറ്റിവെച്ചാട്ടെ, നമ്മുടെ സ്വന്തം ഭാരങ്ങൾ മാറ്റിവെച്ചാട്ടെ. ഇന്ന് പകൽക്കാലം പറ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിരാശപ്പെടേണ്ട. വലിയൊരു മീൻകൂട്ടം പത്രോസിനെ പിടിച്ചു കയറ്റാൻ കഴിയാത്ത വിധത്തിൽ എന്ത് ഇത് ലഭിച്ചു? വലിയൊരു മീൻകൂട്ടത്തെ ചുറ്റുമുള്ള ചെറു പടകുകളെ വിളിച്ച് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? സ്തോത്രം, പ്രവർത്തിക്കാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്, സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ ശക്തനാണ്. അവന്റെ പ്രവൃത്തി ഇന്നും കുറുകായി പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം വലിയൊരു മീൻകൂട്ടത്തെ പിടിച്ചു കയറ്റുമ്പോഴും ദൈവ സാന്നിധ്യം അവനോട് കൂടിയിരുന്നു. ഇന്ന് ഹല്ലേലൂയ, നിന്റെ പടക് ശൂന്യമാണെങ്കിൽ, ഇന്ന് നിന്റെ കുടുംബത്തിൽ ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരു ഉറപ്പുവ, അവൻ വിളിച്ച ദൈവ വിശ്വസ്തന. അവൻ കൈവിടുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമുക്കത് അനുഭവിക്കാൻ ഇടയായിത്തീരട്ടെ. ഇന്ന് പകൽ നമുക്കത് അനുഭവിക്കാൻ ഇടയായിത്തീരും. വിശ്വസിക്കുന്നവരോ നാമേ പറഞ്ഞാട്ടെ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരുഭൂമിയുടെ അനുഭവമാണെങ്കിലും, നിരാശയുടെ അനുഭവമാണെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്ക സമയത്ത് വാതിലുകളും വഴികളും തുറന്ന് ദേശത്ത് നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ എവിടെ ആയിരുന്നാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. നിരാശകൾ മാറ്റിവെക്ക്, ഭാരപ്പെടാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ നാമത്തെ ശരണപ്പെടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹമായ സമയം ഈ ഗ്രൂപ്പിൽ ശുശ്രൂഷിപ്പാൻ എന്നെ കർത്താവ് അവസരം ദൈവം നൽകി തരുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയാൻ്റെയും കുടുംബത്തെയും ഈ പ്രയരംഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിടുതലും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി തീരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായി ആൻറ്റിക്കും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു.